KSRTCയുടെ ദാരിദ്ര്യമൊക്കെ മാറും, നിങ്ങൾ പേടിക്കണ്ട. സത്യം. എന്താ ഇത്? രണ്ടിലും തീരുമാനിച്ചിട്ടേ ഞാൻ പോണുള്ളൂ. കാശപ്പ തരും. ശമ്പളവും 1-ാം തീയതി കഴിഞ്ഞ ഉടനെ മാറുമ്പോ കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നോണെങ്കിലും പറയാമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്. അതെ, എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇവർക്കൊക്കെ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. KSRTC ജീവനക്കാർ 1-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതിക്ക് മുമ്പേ ശമ്പളം വാങ്ങും. പൂക്കുഞ്ഞെ പതപ്പിക്കല്ലേ. സത്യം. മന്ത്രി ഇതും പറഞ്ഞ് വിദേശത്തേക്ക് പോയി. നുണ പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്ന നിങ്ങളെ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല ബുദ്ധിയായി. മന്ത്രി ഗണേഷ് കുമാർ വിദേശത്ത് അങ്ങനെ ചുറ്റിക്കിറങ്ങുമ്പോൾ ശമ്പളം കിട്ടാതെ വലയുന്ന ഒരു അവസ്ഥ. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച പാവപ്പെട്ട തൊഴിലാളികൾ ഇപ്പോൾ കടം വാങ്ങി ജീവിക്കേണ്ട അവസ്ഥയിലാണ്. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. 2 ഗഡുവായിട്ട് തരുമ്പോൾ തന്നെ ആദ്യത്തെ ഗഡു ബാങ്കുകാർ ലോണുണ്ട്, ആ ബാങ്കുകാരൻ ആ ലോൺ പിടിച്ചോണ്ട് പോകുന്നു. കുത്തും ആലോചിക്കണം. ആ വോട്ടേ കുത്തും ആലോചിക്കണം. ശമ്പളം ലഭിക്കാതായതോടെ പലരും വലിയ ബുദ്ധിമുട്ടിലാണ്. എല്ലാ മാസവും 5-ന് മുൻപ് ശമ്പളം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പും ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ. അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ 10-ന് മുൻപ് ആദ്യ ഗഡു ശമ്പളം നൽകാമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പുമാണ് തെറ്റിയത്. തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. ഏപ്രിൽ മാസത്തെ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? KSRTCയുടെ ദാരിദ്ര്യമൊക്കെ മാറും, നിങ്ങൾ പേടിക്കണ്ട. നീയല്ലേ രാജാവ്, പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയർ. KSRTC ജീവനക്കാർ 1-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതിക്ക് മുമ്പേ ശമ്പളം വാങ്ങും. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ, സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. എന്തായാലും ഈ മാസത്തെ 5-ാം തീയതി കഴിഞ്ഞു. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്.